ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തെ, ഉത്തരേന്ത്യൻ സവർണ ലോബികളുടെ രാഷ്ട്രീയത്തെ കേരളത്തിലേക്ക് പറിച്ചു നടാൻ ഒരു സിനിമ രംഗത്ത് വന്നു എന്നതാണ് എൻ്റെ ശരി. ഉത്തരേന്ത്യയിൽ എന്തൊക്കെ നടന്നോ അതേപോലൊരു സാഹചര്യം കേരള രാഷ്ട്രീയത്തിൽ മെനഞ്ഞെടുക്കാൻ സംഘപരിവാർ ശക്തികൾ രൂപപ്പെടുത്തിയെടുത്തിരിക്കുന്ന ഒരു സിനിമയാണ്. അത് കേരളീയ പൊതുസമൂഹത്തിൽ അത്രമാത്രം പ്രയോജനപ്പെടുമെന്ന് അവർ കരുതേണ്ടതില്ല. കാരണം കേരളത്തിന്റെ മതനിരപേക്ഷത എന്നതും കേരളത്തിന്റെ ജനാധിപത്യ ബോധം എന്നതുമൊക്കെ നമുക്ക് വളരെ വ്യക്തമാണ്. ഇന്ത്യ രാജ്യത്ത് ഐത്തജാതിക്കാരന്റെ ഇടയിൽ നിന്ന് നവോത്ഥാന നായകന്മാർ ജനിച്ച മണ്ണാണ് ഈ കേരളം എന്നത്. അതുകൊണ്ടാണ് ഇവിടുത്തെ ഈ ഉത്തരേന്ത്യൻ രാഷ്ട്രീയം കേരള രാഷ്ട്രീയത്തിൽ ക്ലച്ച് പിടിക്കാത്തതിൻ്റെ ഒരു കാരണം അത് തന്നെയാണ്. ശ്രീനാരായണ ഗുരുദേവനും അയ്യൻകാളിയും ഉയർത്തിക്കൊണ്ടുവന്ന രാഷ്ട്രീയവും നവോത്ഥാന ചിന്തകളും കേരളത്തിലെ പൊതുമണ്ഡലത്തിൽ ഉണ്ടായി വന്ന മതനിരപേക്ഷതയും ഇവിടുത്തെ എല്ലാ മതങ്ങളും ജനവിഭാഗങ്ങളും ഐക്യപ്പെട്ടും ജീവിച്ചത് കേരളത്തിന്റെ മണ്ണിൽ ഒരു പ്രത്യേക ഒരു സ്വഭാവമായി നിലനിൽക്കുന്നതാണ് കേരളം. ആ കേരളത്തിൽ കൊണ്ടുവന്ന് ഇവിടെ ബീഫ് ഒരാളുടെ വായിലേക്ക് കുത്തിക്കയറ്റുന്ന തരത്തിലുള്ള സിനിമ ഇവിടെ കാണിച്ചു കൊടുത്താൽ കേരളീയ പൊതുസമൂഹമൊന്നും അതൊന്നും അക്കോമഡേറ്റ് ചെയ്യില്ല. അതൊന്നും വിചാരിച്ച് ഇവിടുത്തെ നോർത്ത് ഇന്ത്യൻ രാഷ്ട്രീയത്തെ കേരളത്തിൽ വേരുറപ്പിക്കാമെന്നും ആരും കരുതേണ്ടതില്ല. കാരണം ഇവിടെ ബീഫ് എന്നത് കേരളത്തിലെ എല്ലാ ജനങ്ങളും കഴിക്കുന്ന ഭക്ഷണമാണ്. ഇപ്പം ഇവിടുത്തെ 90% ആളുകളും എല്ലാ ജാതി മത ജനവിഭാഗങ്ങളും ഭക്ഷണം കഴിക്കുന്നതിന് ഇവിടെ ജാതിയില്ല. ബീഫ് എല്ലാ വിഭാഗവും കഴിക്കുന്നുണ്ട്, എല്ലാ സമൂഹവും കഴിക്കുന്നുണ്ട്. അത് ജാതി നോക്കിയല്ല, അവനവന് ഇഷ്ടപ്പെട്ട ഭക്ഷണം കിട്ടുമ്പോൾ ആളുകൾ കഴിക്കുന്നു. അത് ഇന്ന ജാതിയുടെ ഭക്ഷണം, ഇന്ന മതത്തിന്റെ ഭക്ഷണം, ഇന്ന ആളുടെ ഭക്ഷണം എന്നതല്ല. ആ ഒരു വേർതിരിവ് ഇവിടെ ഉണ്ടാക്കി വെച്ച് നോർത്ത് ഇന്ത്യയിലെ ഈ പശുരാഷ്ട്രീയം, ആ പശുരാഷ്ട്രീയം ഈ കേരളത്തിൽ കൊണ്ടുവന്ന് പാസ്സാക്കി എടുക്കാമെന്ന് വിചാരിക്കേണ്ടതില്ല. ഈ സിനിമ കൊണ്ട് മറ്റൊന്ന് ഇവിടെ നമ്മൾ കാണുന്നത് സംഘപരിവാർ ശക്തികളുടെ രാഷ്ട്രീയം ഇവിടെ വേരുറപ്പിക്കാൻ അവരുണ്ടാക്കി കൊണ്ടുവരുന്നത് ലവ് ജിഹാദിന്റെ പേരിലുള്ള ഒരു പുകമറയാണ്. ഇവിടെ ആരാണ് ഈ ഇന്ത്യയുടെ ഭരണഘടന നമ്മൾ വ്യക്തമാണ്. ഇവിടെ മതമുള്ളവനും മതമില്ലാത്തവനും ഒക്കെ ഈ രാജ്യത്ത് ജീവിക്കാം. അവനിഷ്ടമുള്ള മതം വിശ്വസിക്കുന്നു, അവനിഷ്ടമുള്ള മതം പ്രചരിപ്പിക്കുന്നു, അവനിഷ്ടമുള്ള മതത്തിൽ ജീവിക്കുന്നു. ഇതൊക്കെ ഈ രാജ്യത്തെ ഭരണഘടന നമുക്ക് അനുവദിച്ച് തന്നിട്ടുള്ള സ്വാതന്ത്ര്യമാണ്. ഒരു കാര്യം വളരെ വ്യക്തമാണ്. മഹാനായ ഡോക്ടർ ER അംബേദ്കർ ചെയർമാനായി നിർമ്മിക്കപ്പെട്ട ഇന്ത്യൻ ഭരണഘടന ഈ രാജ്യത്ത് ജീവിക്കുന്നിടത്തോളം കാലം ഇവരുദ്ദേശിക്കുന്ന ഈ മതരാഷ്ട്രവാദത്തെയും മതരാഷ്ട്രീയത്തെയും ഇന്ത്യയുടെ മണ്ണിൽ നിലയുറപ്പിക്കാമെന്നാരും കരുതണ്ട. ഇപ്പോൾ അവർ വിചാരിക്കുന്നത് ഇത്തരം സിനിമകളൊക്കെ കൊണ്ടുവന്ന് കേരളത്തെ പിടിച്ചെടുക്കാമെന്നാണ്. ഇവരാദ്യം കൊണ്ടുവന്നത് മഹാഭാരതം ഇറക്കി കൊണ്ടുവന്ന് മഹാഭാരത കഥ പറഞ്ഞാണ് നോർത്ത് ഇന്ത്യയിൽ ചില സംഭവങ്ങളൊക്കെ രൂപപ്പെടുത്തിയത്. നമ്മളത് ഓർക്കുന്നുണ്ടാവും. ദൂരദർശൻ പണ്ട് നമ്മൾ കാണാൻ എല്ലാ ആളുകളും പോയിരിക്കുമായിരുന്നു. കഥകൾ മെനഞ്ഞെടുത്ത് കൊണ്ടുവന്ന് അത് മനുഷ്യ മനസ്സിൽ ഒരു പ്രത്യേക രീതി രൂപപ്പെടുത്തിയെടുത്ത് അത് രാഷ്ട്രീയവൽക്കരിച്ച് അതിൻ്റെ ആ മഹാഭാരത യുദ്ധത്തിനകത്ത് ഏർപ്പെടുന്ന അഭിനയിച്ച നടന്മാരെ സ്ഥാനാർത്ഥികളാക്കി കൊണ്ടുവന്നു. അവിടെയാണ് എൻ്റെ പോയിന്റ്. മഹാഭാരതം ദൂരദർശൻ പ്രക്ഷേപണം ചെയ്തപ്പോൾ ആ മഹാഭാരതത്തിൽ അഭിനയിച്ച ആളുകളെ സ്ഥാനാർത്ഥികളാക്കി. അപ്പോൾ അവര് ദൈവങ്ങളുടെ രൂപത്തിലാണ് പ്രത്യക്ഷപ്പെട്ടത് എന്നുള്ളൊരു മെസ്സേജ് ഈ പാവങ്ങളുടെ ഇടയിൽ കൊണ്ടുവന്ന് ഇത്തരത്തിലുള്ള മതരാഷ്ട്രവാദമൊന്നും ഇന്ത്യയിൽ വില പോവില്ല. ഒരു കാര്യം വളരെ വ്യക്തമായി എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് എനിക്ക് പറയാൻ പറ്റും. ഈ ഇന്ത്യ രാജ്യം ഒരു മതനിരപേക്ഷ ജനാധിപത്യ രാഷ്ട്രമാണ്. ഇവിടെ ആ മതത്തിനും ജാതികൾക്കും ചിന്തകൾക്കും അതീതമായി സ്വാതന്ത്ര്യ സമരകാലത്ത് ഉയർന്നു വന്ന ഒരു ജനരോക്ഷമുണ്ടല്ലോ, ബ്രിട്ടീഷുകാർക്കെതിരെ ഉയർന്നു വന്ന ഒരു ജനകീയ പോരാട്ടം. ആ പോരാട്ടത്തിന്റെ മനോവീര്യമൊന്നും ഇന്ത്യയിൽ നഷ്ടപ്പെട്ടു പോയിട്ടില്ല. ഇന്ത്യയിൽ ഫാസിസ്റ്റ് രാഷ്ട്രീയം ഉയർന്നു വരുന്നതിനെതിരെ ഒരു മതനിരപേക്ഷ ജനാധിപത്യ ശക്തികളുടെ ശക്തമായ ചെറുത്തുനിൽപ്പിന്റെ രാഷ്ട്രീയം ഇന്ത്യയിൽ ഉയർന്നു വരും. യാതൊരു സംശയവും കാര്യത്തിൽ വേണ്ട. അതിന് ഇന്ത്യ പാകപ്പെട്ടു വരുന്നു എന്നാണ് നമുക്ക് ബോധ്യപ്പെടുന്നത്. അതിന് മാതൃക കേരളം തന്നെയായിരിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. തിയേറ്ററിലൂടെ മതവാദം കൊണ്ടുവന്ന് ലവ് ജിഹാദ് കൊണ്ടുവന്ന് ഇവിടെ മൊത്തത്തിൽ കുഴപ്പമാണെന്ന് ചിത്രീകരിക്കാൻ വേണ്ടി
സിനിമാ രംഗത്തൂടെ കടന്നു വന്നേക്കാം, ആവിഷ്കാര രംഗത്തൂടെ കടന്നു വന്നേക്കാണ്. ഇവിടെ ആവിഷ്കരിക്കുന്നതിന് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനൊന്നും നമ്മളെതിരല്ല. പക്ഷേ ഈ ഇത്തരം ആവിഷ്കാരത്തിലൂടെ, ഇത്തരം കേരള സ്റ്റോറി എന്ന പേരിട്ടുകൊണ്ട് ഇത്തരം നടത്തുന്ന ഈ ആവിഷ്കാരത്തിലൂടെ കേരളത്തിന്റെ രാഷ്ട്രീയത്തെ മാറ്റിമറിക്കാമെന്ന് സംഘപരിവാർ വിശ്വസിക്കേണ്ടതില്ല. അത് കേരളത്തിൽ നടക്കില്ല. കേരളം ഒരു മതനിരപേക്ഷത എന്നും ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്, അത് എക്കാലം ഉയർത്തിപ്പിടിക്കും. സംഘപരിവാറിന്റെ മതരാഷ്ട്രീയവാദം ഇവിടെ വിലപ്പോവില്ല. ഇവര് കൊണ്ടുവരുന്ന കേരള സ്റ്റോറി പ്രായോഗികമാവുകയുമില്ല. പിണറായി വിജയൻ കേരള സ്റ്റോറി വന്നപ്പോൾ തന്നെ ആദ്യമേ പ്രതികരിച്ചത് എന്താന്ന് വെച്ചാൽ അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമാണ്. എക്കാലവും മതഭീകരവാദത്തിനും മതമൗലികവാദത്തിനും എതിരായി എക്കാലവും നിലയുറപ്പിച്ചിട്ടുള്ള ഒരാളാണ് പിണറായി വിജയൻ. ആ മതഭീകരവാദത്തിന്റെയും ഫാസിസത്തിനുമെതിരെയും പോരാട്ടം നടത്തി കേരളത്തിൽ കടന്നു വന്ന ഒരു പൊതുപ്രവർത്തനാണ് പിണറായി വിജയൻ എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം ഇത്തരം കാര്യങ്ങളിൽ ആദ്യം പ്രതികരിക്കാനുള്ള ഒരു ചങ്കുറപ്പും ചങ്കൂറ്റവും എക്കാലവും അദ്ദേഹം കാണിച്ചിട്ടുണ്ട്. അത് ഇനിയും അദ്ദേഹം കാണിക്കുമെന്നതിനാണ് നമ്മൾ പ്രതീക്ഷിച്ചിട്ടുള്ളത്. അവര് കൊണ്ടുവരുന്ന ഈ തരത്തിലുള്ള ഭൂരിപക്ഷ വർഗീയതയെയും ന്യൂനപക്ഷ വർഗീയതയും എക്കാലവും പിണറായി വിജയൻ എതിർത്തിട്ടുണ്ട്. അത് ഇനിയും എതിർക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത് അത്തരത്തിലാണ്. സതീശൻ എക്കാലവും യൊതളങ്ങം അറിയുന്നത് പോലെ നമ്മൾ പറഞ്ഞത് കേട്ടിട്ടുണ്ടല്ലോ, യൊതളങ്ങം അറിയുക എന്നുള്ളത്. അത്തരത്തിൽ വർത്തമാനം പറയുന്ന ഒരാളാണ് അദ്ദേഹം. ഈ അടുത്ത കാലത്ത് അദ്ദേഹം പറയണ്ടായി, ഈ കേരളത്തിൽ ബാബരി മസ്ജിദ് തകർന്നപ്പോൾ പ്രശ്നമില്ലാതിരുന്ന നോക്കിയത് ഒരാളാണ് ശിഹാബ് തങ്ങൾ എന്നാണ്. ബാബരി മസ്ജിദിനെ കുറിച്ച് ഇവർക്ക് ഇപ്പൊ എന്താ പറയാനുള്ളത്? ബാബരി മസ്ജിദ് തകർക്കാൻ സംഘപരിവാർ പോയപ്പോൾ അത് സംരക്ഷിക്കുമെന്ന് ഇന്ത്യയിലെ കോൺഗ്രസ്സുകാർ പറഞ്ഞു. ആ കോൺഗ്രസ്സുകാരന്റെ ആളാണല്ലോ സതീശൻ. അതിനെക്കുറിച്ച് സതീശൻ എന്തെങ്കിലും ഇപ്പോൾ പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. മാത്രമല്ല, ബാബരി മസ്ജിദ് തകർന്നപ്പോൾ പലരും പ്രധാനമന്ത്രിയെ കണ്ടപ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞത് തകർക്കപ്പെട്ട ബാബരി മസ്ജിദ് യഥാസ്ഥാനത്ത് നിർമ്മിച്ചു കൊടുക്കുന്ന പറഞ്ഞത്. എന്തേ നിർമ്മിച്ചു കോൺഗ്രസ്സുകാർ കൊടുക്കാത്തത്? എന്നിട്ട് സമാധാനത്തിന്റെ അവസ്ഥ പറഞ്ഞ് സതീശൻ വരാണ്. സതീശൻ അവസരവാദിയാണ്. അവസരത്തിനൊത്ത് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഈ അടുത്ത കാലത്തിലെ സതീശൻ പറഞ്ഞത് ഞാൻ പ്രതികരിച്ചിരുന്നല്ലോ. അതായത് മുനമ്പത്തുണ്ടായിരുന്ന മുനമ്പ സംഭവത്തോട് ബന്ധപ്പെട്ട് അത് വഖഫ് ഭൂമി അല്ല എന്ന് പറഞ്ഞ സതീശനാണ്. ആ സതീശൻ അന്ന് എന്താണ് പറഞ്ഞത്? അത് RSSന് വേണ്ടിയാ പറഞ്ഞത്. ഒരു കാലത്ത് RSSന്റെ സന്തത സഹചാരിയായി മുന്നോട്ട് പോവുകയായിരുന്നില്ല സതീശൻ ചെയ്തുകൊണ്ടിരുന്നത്. അതിപ്പോൾ ഈ കേരളത്തിൽ ഈ കേരള സ്റ്റോറിയെ കുറിച്ച് സതീശൻ മിണ്ടാത്തത് RSSുമായുള്ള ഒരു ധാരണയുടെ ഭാഗമാണ്. അവരെപ്പോഴും മൃദു ഹിന്ദുത്വ സമീപനം എപ്പോഴും കോൺഗ്രസ് സ്വീകരിച്ചിട്ടുണ്ട്. മൃദു ഹിന്ദുത്വ സമീപനം കോൺഗ്രസ് കൈവിടാത്തിടത്തോളം കാലം ഈ കോൺഗ്രസിന് നിലനിൽക്കാൻ കഴിയില്ല. കാരണം ഓരോന്നിനോരോന്ന് പെറുക്കിയെടുത്തുകൊണ്ട് കോൺഗ്രസിന്റെ തറവാട്ടിൽ നിന്ന് ഓരോന്നിനോരോന്നിന് പെറുക്കിയെടുത്ത് BJP കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സതീശനൊന്നും വ്യക്തമായ രാഷ്ട്രീയ നിലപാടില്ല. അതുകൊണ്ട് സതീശൻ ഈ വിഷയത്തെ പറയുന്നില്ല, പ്രതികരിക്കുന്നില്ല, വ്യക്തമായ നിലപാടില്ല ഈ കാര്യത്തിൽ. ഇവർക്ക് കേവലം 10 വോട്ടാണ് ലക്ഷ്യം. ആ വോട്ടിന് വേണ്ടി എങ്ങനെയൊക്കെ മാറ്റിമറിച്ച് പറയാം. ഇപ്പൊ സതീശൻ പറയുന്ന ഒരു കാര്യം, സതീശനെ കൊണ്ട് ചോദിച്ചുകൊണ്ട് ഞാൻ ഇങ്ങ് പറഞ്ഞു പോവാണ്. സതീശൻ പറയുന്നത്, ഞങ്ങൾ വന്നാൽ ഇവിടെ മൊത്തത്തിൽ നന്നാക്കിയെടുക്കുന്ന, ഇതൊരു 10 കാലം കേരളം ഭരിച്ചല്ലോ. കേരളം കണ്ട ഏറ്റവും അഴിമതി നിറഞ്ഞു നിന്ന ഭരണം കോൺഗ്രസ് എന്നൊക്കെ വന്നിട്ടുണ്ടോ അന്നൊക്കെയാണ് കേരളത്തിൽ അഴിമതിയുടെ, സ്വജനപക്ഷപാതത്തിന്റെ, പാലംബലിയുടെ ഒക്കെ രാഷ്ട്രീയം കളിച്ചത്. ഇപ്പൊ ഈ സതീശൻ മുഖ്യമന്ത്രിയാവാൻ നടക്കുകയാണ്. ഈ സതീശന്റെ പാർട്ടി കേരളത്തിൽ അധികാരത്തിൽ വന്നാൽ എന്താവും കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ നടക്കാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കിക്കാണാം. അത്തരത്തിലേക്കൊന്നും കേരളത്തെ എത്ര പെട്ടെന്ന് പിടിച്ചുകൊണ്ടുപോകാൻ കഴിയില്ല. ഇവരുടെ പ്രശ്നം എന്താണ്? കേവലം അധികാരം മാത്രമാണ്. അധികാരത്തിന് വേണ്ടി എന്തു പറയും.